ഹലോ, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ പാപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യുക, കമൻറ്റും ലൈക്കൊന്നും മറക്കാതെ ചെയ്യുക. നമുക്കത് വലിയൊരു ഉപകാരമാവും. അപ്പോൾ പാപ്പിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇരുന്നിട്ട് അവളുടെ ചെയറിൽ ഇങ്ങനെ കൂട്ടണ സമയത്ത് അതേപോലെ അവൾ കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് കൂട്ടി നോക്കിയതാണ്. അപ്പോൾ അവൾ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ വേഗം എടുത്ത് കൈയെടുത്ത് ഞാൻ എവിടെ കൈ കൊണ്ട് കൂട്ടിയോ അതേപോലെ തന്നെ അവൾ കൂട്ടി. അപ്പോൾ വലിയ അതിശയമായി തോന്നി. അല്ലെങ്കിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല, മിണ്ടാതെ മാറിയാണ്ട് അവളുടേതായ കളിയിലിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. വൈകുന്നേരമാണ് കേട്ടോ. എന്തായാലും പണിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും പാപ്പിയും കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ അപ്പോൾ അടുത്തത് എന്തെങ്കിലും കാണിച്ച് അതേപോലെ ചെയ്യുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലാപ്പ് അടിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ അതേപോലെ ക്ലാപ്പ് അടിച്ചും കാണിച്ചൊക്കെ തന്നു. പിന്നെ ആൾക്ക് നിൽക്കണം എന്നുള്ളൊരു ഇതായി, എന്താണെന്നറിയില്ല. എപ്പോഴും ഇങ്ങനെ നിൽക്കാനോ അങ്ങനെയൊന്നും നിൽക്കില്ല ആൾ. പക്ഷെ അവിടെ നിന്ന് വേഗം ഇങ്ങടിക്ക് എണീറ്റൊക്കെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊന്ന് നിർത്തി നോക്കണം എന്ന് തോന്നി. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു സ്വപ്നമാണല്ലോ ഇവളൊന്ന് തനിയെ നിൽക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ചാരി നിൽക്കുക. അതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാലിങ്ങനെ താഴെയൊക്കെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയറിൽ ഞാൻ 2 കാലും ചെയറിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവളെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നിർത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഒന്നിങ്ങനെ ചാരിയാണെങ്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്നടക്കം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് അവൾ ഒറ്റയ്ക്ക് ചാരി നിന്നതല്ല. അതുകൂടി ഞാൻ പറയാം. അവളെ ഞാൻ ചെയറിൻ്റെ അതിലേക്ക് സപ്പോർട്ട് ചെയ്ത് ബാക്കിൽ പിടിച്ചിട്ട് കൂടിയിട്ട് അവൾ നിന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാലൊക്കെ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എണ്ണ തേക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ കാല് പോക്ക് ആ കാല് പോക്ക് ഓരോന്നും പറയുമ്പോൾ അതിനനുസരിച്ച് അവൾ കാലൊക്കെ പൊക്കിക്കൊണ്ടിരിക്കണം. 2 പ്രാവശ്യമൊക്കെ പൊക്കി കാണിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഇതായപ്പോൾ പിന്നെ പൊക്കാൻ നിന്നില്ല. ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്തെ അവൾ അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ അവൾക്ക് മെൻ്റലി എന്തൊക്കെയൊക്കെയോ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നണം. ഈ 2-3 ദിവസത്തിൻ്റെ ഇങ്ങടേക്കാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ പറയണ പോലെ തന്നെ അവൾ ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പാപ്പി വീണ്ടും അതേപോലെ പറഞ്ഞു, പിന്നെ അവൾ ചെയ്യില്ല. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല. കാല് പൊക്ക് എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ കാലിൽ ഇങ്ങനെ തൂക്കും ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മതി, എണ്ണ തേക്കുക എന്ന് പറഞ്ഞിട്ട് പറയണം. എണ്ണ തേക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചില്ല, ഉറങ്ങി എണീറ്റല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം എന്താ പറയുക പല്ലൊക്കെ തേച്ച് ഇരുത്തിയ ശേഷം ഞാൻ ശരി സമയം ഒരു 11 മണിയൊക്കെ ആയി. പല്ല് തേപ്പിച്ച് ഇരുത്തിയിട്ട് പിന്നെ കുളിപ്പിക്കുക. ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. ഒന്നിലെ കാടാമുട്ട അല്ലെങ്കിൽ ഈ മുട്ട നമ്മുടെ നോർമലായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന മുട്ടയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നാടൻ മുട്ട ഇപ്പുറത്തൊരു വീട്ടിൽ നിന്ന് കിട്ടണമെന്നായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് കിട്ടണില്ല. കിട്ടുകയാണെങ്കിൽ നാടൻ മുട്ട വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അതിന് ഒരെണ്ണത്തിന് നല്ല വിലയുണ്ട്, 10 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വില എന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ, അതാണ് കൊടുക്കുന്നത് നല്ലത്. അതില്ല കിട്ടാത്ത കാരണമാണ് പിന്നെ ഈ മുട്ട തന്നെ വാങ്ങിച്ചത്. കാടാമുട്ട വാങ്ങിച്ചത് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് കൊടുത്തിട്ട് കുളിപ്പിക്കുക എന്നുള്ളൊരു രീതിക്ക് ഒരു മുട്ടയൊക്കെ തൊലിച്ച് ആക്കി. അതാണെങ്കിൽ ഞാൻ എൻ്റെ പണിത്തിരക്കിൽ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യാണല്ലോ. അതിലൊരു ഭാഗം വെന്തിട്ടും ഉണ്ടായിരുന്നില്ല. പകുതി മുക്കാലും കുക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ശരി, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിന് വേവിക്കുമ്പോഴേക്കും അവൾക്ക് ഇനി ഭക്ഷണം കൊടുക്കാനും അതിനുള്ള സമയമൊക്കെ വൈകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ മുക്കാൽ ഭാഗം വെന്ത ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് കളഞ്ഞു. അവൾക്കത് ഇഷ്ടമല്ല. അവൾ നോർമലായിട്ട് എന്താ പറയുക, നല്ല അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് മാത്രം അവൾ കഴിക്കുള്ളൂ, അല്ലാത്തൊന്നും അവൾ കഴിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അവളുടെ സ്വഭാവം ഭയങ്കര ഇതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് വേണം കുളിപ്പിക്കാൻ. അങ്ങനെ കുറേ പണിയുണ്ട്. പിന്നെ രാവിലെ പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറൊക്കെ ഉള്ളതുകൊണ്ട് രോഷി ചോറ് കഴിച്ച് ആ ചോറും ആക്കിയിട്ട് പോയി. ഇനിയിപ്പോൾ പാപ്പിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഇതായിട്ട് ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. എന്തായാലും ഈ ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് ഇനിയും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും ആൾ. ഇപ്പം തന്നെ ഭക്ഷണം കൊടുക്കണ്ട. എന്തായാലും ചോദിച്ച് ഇനി കുളിച്ച് അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എണ്ണ തേച്ചിട്ട് ഇരുത്തിയിരിക്കുകയാണല്ലോ. ഒരു 1/2 മണിക്കൂറെങ്കിലും ഇരുത്തണം. ഇരുത്തിയാലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവും.
എണ്ണ തേപ്പിച്ചതും കുളിപ്പിച്ചാൽ അതിനൊരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവൾ പിന്നെ താഴെ കിടക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായതുകൊണ്ടാണ് ഞാനിങ്ങനെ എപ്പോഴും ഈ ചെയറിലിങ്ങനെ ഇരുത്തി വയ്ക്കുന്നത്. ഇരിക്കണ സമയത്ത് ഇതാകുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയില്ലല്ലോ, അവൾക്ക് വീഴില്ല. പക്ഷെ വേറെ ചെയറിൽ നമ്മളിങ്ങനെ ഈ ചെയറിൻ്റെ ഈ കൈ ഉണ്ടല്ലോ അതില്ലാത്തതിൽ ഇരുത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഇതുണ്ട് എന്നുള്ളൊരു ഓർമ്മയിൽ അവൾ ഇരിക്കാൻ ചാരിയൊക്കെ പോകും. അതിലൊക്കെ ഇരിക്കാൻ ഭയങ്കര പേടിയാണ് ആൾക്ക്, വീഴും എന്നുള്ള പേടി, അങ്ങനത്തെ പേടിയൊക്കെയാണ്. അതുകൊണ്ടാണ് ഇതിൽ തന്നെ അങ്ങനെ ഇരുത്തണത്. അതൊക്കെ കഴിഞ്ഞ് ആ മുട്ടയൊക്കെ എങ്ങനെയൊക്കെയോ കഴിപ്പിച്ച് കഴിഞ്ഞ ശേഷം അച്ഛൻ പണിയില്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ എണീറ്റ് തിരിഞ്ഞു വന്നു. കറണ്ടില്ല, അപ്പോൾ പണിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഒരു പീസ് മത്തനെടുത്ത് പാപ്പിക്ക് വേവിച്ച് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ പാപ്പിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതി സുന്ദരി കുട്ടിയായിട്ട് അച്ഛൻ മത്തം മുറിക്കുന്നതൊക്കെ ശരിയാണോ, കറക്റ്റ് അളവിൽ തന്നെ മുറിക്കണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അച്ഛൻ വന്നപ്പോൾ ശരി എന്നാൽ പാപ്പിനെ അച്ഛൻ്റെ കയ്യിൽ ആക്കിയിട്ട് ഞാൻ പോയി ഉപ്മാവ് ഉണ്ടാക്കി. ഇത്തിരി കുറച്ച് തന്നെ ഉണ്ടാക്കിയോളൂ. എന്തായാലും രാവിലെ എന്തായാലും കഴിക്കാതിരുന്ന ഒരു ഉഷാറുണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ ഞാൻ അവിടെയുള്ള പച്ചക്കറി ഓരോന്നെടുത്ത് ഇടും. ബീൻസോ അതേപോലെ ക്യാരറ്റോ ചിലപ്പോൾ ബീട്രൂട്ട് പോലും കുഞ്ഞാക്കി അരിഞ്ഞിട്ട് അതിലിടും. അങ്ങനെയൊക്കെ പച്ചക്കറി പോകട്ടെ എന്ന് അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഉച്ചയ്ക്കിലേക്കുള്ള ചോറ് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ അടുപ്പിൽ തന്നെ വെക്കുക. രാവിലെ തന്നെ എന്തായാലും എണീറ്റ് ഈ പണീൻ്റെ ഇടയിൽ കൂടെ അതും ചെയ്യും. പിന്നെ ഇത് ഇടയ്ക്ക് വന്ന് ഒന്ന് തീ കത്തിച്ച് വിടുക, ഒന്ന് ഇളക്കി വിടുക, ഒന്ന് അടച്ചു വയ്ക്കുക. ഇതൊക്കെ ഇടയിൽ വന്ന് ചെയ്തിട്ട് പോകണം. ഈ ഇങ്ങനെ വരുന്ന സമയത്ത് അതും ചെയ്തിട്ട് പോയാൽ നമുക്ക് ചോറാവും. പിന്നെ പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം കറി വയ്ക്കലാണ്. കറി വയ്ക്കുന്നതാണ് പാപ്പിനെ വിട്ടിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. പിന്നെ അങ്ങനെ അച്ഛൻ വരുന്ന സമയത്ത് എന്തൊക്കെയോ കഴിക്കാൻ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ആൾക്കിഷ്ടം മുട്ടൻ്റെ ഇതാണ്. അപ്പോൾ ആൾ കഴിച്ചില്ല. ഞാൻ അവൾക്ക് ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം എടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ ഒന്ന് കടിച്ച് നോക്കിയിട്ട് ആൾ എൻ്റെ കയ്യിൽ തന്നെ തിരിച്ച് തന്നെന്ന് വെച്ച് രാവിലെ ഒരു മുട്ട കഴിച്ചതുകൊണ്ട് തന്നെ അവൾ പിന്നെ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ 2 ബൾബ് കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ അടുക്കളയിലെ ലൈറ്റ് വന്നിട്ട് മിന്നി കത്തി ഇതായിട്ട് പോകുന്നതാണല്ലോ. അപ്പോൾ അവിടെ ഒരെണ്ണം ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഇതായിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അതിന് അത് 1-2 പ്രാവശ്യം 1-2 കടി കഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുട്ടയാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വേണ്ട പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു തന്നു. ആൾ രാവിലെ കഴിച്ചതാണല്ലോ. പിന്നെ ഉപ്മാവും കഴിച്ചു. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ചായ വെച്ചിട്ട് ഇതും കൂടി കഴിച്ചത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മത്തൻ കറി വയ്ക്കാൻ ആൾ സമ്മതിച്ചില്ല. അവിടേക്ക് പോകാനുള്ള സമയവും വയ്ക്കാനുള്ളത് കിട്ടിയില്ല. പിന്നെ മീൻ വറുത്ത ഒരു 2 പീസ് ഉണ്ടായിരുന്നു. വെള്ളം ഒഴിച്ച് നമ്മൾ ചോറും ഉണ്ടു. പാപ്പിയാണെങ്കിൽ അവിടെ ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ചോറൊക്കെ കൊടുക്കട്ടെ. അതല്ല, ഞങ്ങൾ പിന്നെ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ അവിടെ ഇരുന്നിട്ട് അമ്മ ചേച്ചി വരാൻ സമയമായില്ലേ എന്ന് പറഞ്ഞു. അവൾക്ക് കറക്റ്റ് സമയം എവിടെ നിന്ന് അറിയണമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഇതാണ്. ഒരു 3:30 കഴിഞ്ഞാൽ പിന്നെ രോഷിനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. രോഷി വന്നില്ല, ചേച്ചി വന്നില്ല, പോയി വിളിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആൾ. അത് അവൾക്ക് സമയം അറിയണത് കൊണ്ടായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു 6 മണിയാകുമ്പോൾ അച്ഛൻ വന്നില്ല, അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അന്ന് നമ്മളെ പാപ്പിയെ കാണാൻ വന്നവർ ഒരു പാക്കറ്റ് ബദാം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 10 എടുത്ത് ഞാൻ വെള്ളത്തിൽ രാവിലെ ഇട്ട് വയ്ക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിയൊക്കെ ആവുന്ന സമയത്താണ് കൊടുക്കുന്നത്. രാവിലെ ഈ മുട്ട കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇതും കൂടി കൊടുത്താൽ ചിലപ്പോൾ ദഹനം ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അത് അങ്ങനെയാണ് ചെയ്യണത്. ഒരു 10 ചിലപ്പോൾ ഒരു 5-6 വരെ കഴിക്കും. ചിലപ്പോൾ നമ്മളൊരു 5 ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 5 കഴിച്ചിട്ട് മതിയായില്ലെങ്കിൽ പിന്നെയും എന്ന് പറയും. അപ്പോൾ നമുക്ക് സങ്കടമാകും. അപ്പോൾ ഒരു 10 ഇട്ടിട്ട് അവൾ ഒരു 6-7 വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ മതിയാക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മളെ കാണാൻ വരുന്ന ചേച്ചിമാർ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഇതിന് മുന്നൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ബദാമൊന്നും ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അത് നമ്മൾ പായസം വെക്കുമ്പോഴൊക്കെ ആ ചെറിയ പാക്കറ്റിൻ്റെ 10 രൂപേൻ്റെയൊക്കെ വാങ്ങിക്കില്ലേ, അതിലെ 1-2 എടുത്ത് കൊടുക്കുന്നല്ലാതെ അതിനുള്ള എന്താ പറയുക, അതിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് പിന്നെ നമ്മൾ ദാരിദ്ര്യം പറഞ്ഞ് നടക്കാൻ പാടില്ല. ഇപ്പോൾ എന്തായാലും അവരൊക്കെ കൊണ്ടുവന്ന് തന്നതുകൊണ്ട് തന്നെ പാപ്പിക്ക് എന്നെക്കൊണ്ട് പറ്റണ പോലെ കുറച്ച് പണിയൊക്കെ ചെയ്യണമെന്നല്ലേ ഉള്ളൂ, എന്നാലും സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അവൾക്ക് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ആരോഗ്യം കൂടി കിട്ടുമല്ലോ.
എന്നത് മാത്രം നമുക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. ആദ്യമൊക്കെ ഇത് കൊടുത്താൽ വലിയ ആരോഗ്യമൊക്കെ കിട്ടുമെന്നൊക്കെ അറിയാം, പക്ഷെ വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ എല്ലാ ദുരിതവും അനുഭവിച്ചിട്ട് അവൾ ഇപ്പോഴാണ് എന്താ പറയുക, നല്ല ഫുഡുകളും നല്ല കാര്യങ്ങളൊക്കെ കഴിക്കാനും എല്ലാത്തിനും തുടങ്ങിയത്. അതിലൊക്കെ നമ്മൾ ദൈവത്തിനോടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിമാരോടും എല്ലാവരുടെ അടുത്തും മനസ്സറിഞ്ഞ് തന്നെ ഞാൻ നന്ദി പറയുകയാണ്. എന്ന് ചോദിച്ചാൽ അവരുടെ വീട്ടിൽ ഒരു കുട്ടി, അവരങ്ങനെയാണ് എപ്പോഴും പറയാറ്, എൻ്റെ മോളെ പോലെ ഉണ്ട്, അതുകൊണ്ടാണ് അവൾക്ക് അത് ചെയ്തു കൊടുക്കണം, ഇത് ചെയ്തു കൊടുക്കണം, അത് അവൾക്ക് നേരത്തിന് അതെല്ലാം കൊടുത്തോ എന്ന് വരെ വിളിച്ചു ചോദിക്കണ ആളുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഭാഗ്യം ചെയ്തവർ തന്നെയാണ് അല്ലേ. നമ്മൾ ഒരു കാലത്ത് ചോറും കഴിച്ചോ എന്ന് ചോദിക്കാനില്ലാത്തവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു തരുമ്പോൾ അതിന് എന്നും ദൈവത്തോട് കടപ്പെട്ടിരിക്കും. അത്രയൊക്കെ എനിക്ക് പറയാനറിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തൊലിച്ച് ഞാൻ അവൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇരിക്കുമല്ലോ, അപ്പോൾ അവൾ അവിടെയൊക്കെ ഇരുത്തിയിട്ടാണ് ഞാൻ കുളിക്കാനും ഇതൊക്കെ പോയത്. അപ്പോൾ അവളിപ്പോൾ ഒത്തിരി ഒന്ന് വെച്ച് എന്താ പറയുക, ഒന്ന് ഇതായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ വെള്ളപ്പയറും മത്തനും കൂടി കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയപ്പോൾ കടുക് വറുത്ത് അതിലേക്ക് നമ്മൾ കടുക് തളിച്ചൊഴിക്കുമല്ലോ, അതൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ ആൾക്ക് ചായ വെച്ച് കൊടുക്കണം. ഒരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. യോശി പിന്നെ ചായ കുടിക്കില്ല, പിന്നെ എനിക്കും പാപ്പിക്കും മാത്രം ചായ വെച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്നത്തെ വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും പുതിയ കണ്ടൻറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ അതേപോലെ ചെയ്യാം കേട്ടോ. ഇതേപോലെ നോക്കട്ടെ, ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ പറയണേ.